നമസ്കാരം. ട്രിക്ടേണിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. പത്താം ക്ലാസ്സിൻ്റെ പ്രിലിമിനറി പരീക്ഷ അവസാനിച്ചു. 2 ഘട്ടങ്ങളിലായി നടത്താനിരുന്ന പരീക്ഷയിൽ ആദ്യ ഘട്ടം മാത്രം നടന്നു. രണ്ടാമത്തെ ഘട്ടത്തിന് ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. അതിൽ വലിയ വിഷമതകളും നമ്മൾ ഉദ്യോഗാർത്ഥികളെന്ന നിലയിൽ അനുഭവിക്കുകയുണ്ടായി. നിങ്ങൾക്ക് പലർക്കും പരീക്ഷ എഴുതാൻ സാധിച്ചില്ല. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യനുകൾ വിശകലനം ചെയ്തു. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് അത്യാവശ്യം നമ്മളൊരു ധാരണ ഉണ്ടാക്കി. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഏതു വിധത്തിലെല്ലാം ചോദിക്കാം എന്നൊരു ധാരണ ഈ 2 ക്വസ്റ്റ്യനുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നത് വലിയ പ്രയോജനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് കുറച്ചുകൂടി ഡീപ്പായി മനസ്സിലാക്കി പോകുന്നത് വരാനിരിക്കുന്ന പരീക്ഷകളിൽ നമുക്ക് എന്തായിരിക്കും കൂടുതൽ ഉചിതമായി നമ്മളെ പഠിക്കുന്നതിനും ചോദ്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കുന്നതിനും നമ്മളെ പ്രാപ്തരാക്കും. അത് മെയിൻസ് പരീക്ഷയിലും അത് നമ്മളെ കൂടുതൽ സഹായിക്കുകയുള്ളൂ. ശരി, അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മൾ ഈ ക്ലാസ് നയിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ കേരള PSC നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ പഠിക്കേണ്ടത് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെട്ടതാര് എന്നൊരു ചോദ്യം കേരള PSC ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അവിടെ ആദ്യ ഓപ്ഷനിൽ താരാറാണി ശ്രീവാസ്തവയും അരുണ അസഫ് അലിയും മാതങ്കിനി ഹസ്രയും സരോജിനി നായിഡു എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം എന്നറിയപ്പെടുന്നത്, ശ്രദ്ധയോടെ കേൾക്കുക, ഉത്തരം ആര് തന്നെയാണ്? അരുണ അസഫിൽ തന്നെയാണ്. ഓൾറെഡി നമുക്ക് കിട്ടിയ പരീക്ഷയ്ക്ക് മാറിക്കൊടുത്ത ചോദ്യങ്ങളിൽ ടിക്കിട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ അവരെഴുതി കഴിഞ്ഞതിന് ശേഷം പ്രചരിച്ച ചിത്രങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന അതേ ചോദ്യക്കടലാസ് തന്നെ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം രേഖപ്പെടുത്തലുകൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് പോകുന്ന കാര്യം മാത്രം പഠിക്കുക. അപ്പോൾ ശ്രദ്ധിച്ചേക്കുക, അരുണ അസഫലിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ അസഫലിയെ വിളിച്ച വ്യക്തിയുടെ പേരാണ് ചോദ്യമെങ്കിൽ മഹാത്മാഗാന്ധി എന്നെഴുതുക. അപ്പോൾ മഹാത്മാഗാന്ധിയാണ് അരുണ അസഫലി എന്തെന്ന് വിളിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത്. സമരനായകന്റെ പേര് നമുക്കറിയാം. സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അപ്പൊ ജയപ്രകാശ് നാരായണനാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ഈ ജയപ്രകാശ് നാരായണൻ തന്നെയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് സമ്പൂർണ്ണ വിപ്ലവം കൊണ്ടുവരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് തന്നെയാണ് പറയേണ്ടത്? ജയപ്രകാശ് നാരായണന്റെ പേര് തന്നെയാണ് പറയേണ്ടത്. ക്ലിയർ ആണ്. ഇനി അടുത്തതായിട്ട് ഇവിടെ ആദ്യ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരെന്നറിയപ്പെടുന്നത് താരാറാണി ശ്രീവാസ്തവ എന്നുള്ളതാണ്. ഈ താരാറാണി ശ്രീവാസ്തവയും 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ലീഡർമാരിൽ ഒരാളാണ്, വനിതാ ലീഡർമാരിൽ ഒരാളാണ്. ആരെന്നറിയപ്പെടുന്നത്? താരാറാണി ശ്രീവാസ്തവ എന്നറിയപ്പെടുന്നത്. അവരും ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി വനിതാ പ്രാതിനിധ്യത്തോടു കൂടി അല്ലെങ്കിൽ വനിതകളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രധാന ലീഡറായിരുന്നു അവരെന്നറിയപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെ നമ്മൾ ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? സരോജിനി നായിഡുവിനെയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. വാനമ്പാടി എന്നറിയപ്പെടുന്ന വിശേഷണം സരോജിനി നായിഡുവിന് കൊടുക്കുന്നതാകട്ടെ സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയാണ് സരോജിനി നായിഡുവിന് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന വിശേഷണം നൽകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേര് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാതങ്കിനി ഹസ്ര. ഈ മാതങ്കിനി ഹസ്രയുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാതങ്കിനി ഹസ്രയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായി നമ്മുടെ പഠിത്തത്തെ കൂടുതൽ ആഴത്തിൽ തന്നെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുമെങ്കിൽ കൂടി 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയ്ക്ക് ഈ മാതങ്കിനി ഹസ്രയുടെ പേര് ഇവിടെ ചോദിക്കുന്നത് വലിയൊരു സാധ്യതയാണ്. വലിയൊരു നമുക്ക് പഠിക്കണം എന്ന്, ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കണം എന്നൊരു രേഖപ്പെടുത്തലാണ്, അടയാളപ്പെടുത്തലാണ്, സൂചനയാണ്. അതുകൊണ്ട് പഠിക്കുക. ആരാണ് ഈ മാതങ്കിനി ഹസ്ര എന്ന് നോക്കാം. ഈ മാതങ്കിനി ഹസ്രയെ നമ്മൾ വയോധികയായ ഗാന്ധി എന്നാണ് വിളിക്കുന്നത്. ശ്രദ്ധിച്ചേക്കുക, വയോധികയായ ഗാന്ധി. അപ്പോൾ എന്തെന്ന് വിളിക്കുന്നു? വയോധികയായ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെ തന്നെയാണ്? മാതങ്കിനി ഹസ്രയെ തന്നെയാണ്. ക്ലിയർ ആണ്. ഇവരെ നമ്മൾ എന്താ പ്രധാനമായിട്ടും വിളിച്ചതെന്നറിയാമോ? ഗാന്ധിബുരി എന്നാണ് ഇവർ വിളിച്ചത്. അപ്പോൾ ഗാന്ധിബുരി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത്? മാതങ്കിനി ഹസ്ര എന്നറിയപ്പെടുന്നത്. അപ്പം മറക്കാതെ പഠിക്കുക. മാതങ്കിനി ഹസ്രയാണ് എന്തെന്നറിയപ്പെടുന്നത്?
വയോധികയായ ഗാന്ധി എന്നറിയപ്പെടുന്നത് മറക്കാതെ പഠിക്കുക കേട്ടോ. അപ്പൊ മാതങ്കിനി ഹസ്രയെ നമ്മൾ വിളിക്കുന്ന വിശേഷണമാണ് എന്തെന്നറിയപ്പെടുന്നത്, വയോധികയായ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ഇത് മറക്കാതെ പഠിക്കുക. ഇനി മാതങ്കിനി ഹസ്രയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുള്ളത്, തംലൂക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിയായ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായ അല്ലെങ്കിൽ അതിന്റെ പ്രധാന ലീഡറായിരുന്ന വനിത കൂടിയാണ് മാതങ്കിനി ഹസ്ര എന്നറിയപ്പെടുന്നത്. പക്ഷേ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരനായിക ആര് എന്ന് മാത്രമാണെങ്കിൽ നമ്മൾ ഉത്തരമായിട്ട് രേഖപ്പെടുത്തേണ്ടത് ആരുടെ പേര് തന്നെയാണ്, അരുണ അസഫ് അലിയുടെ പേര് തന്നെയാണ് എന്നോർക്കുക. അതോടൊപ്പം തന്നെ മാതങ്കിനി ഹസ്രയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കുക. ഈ പ്രധാനപ്പെട്ട എല്ലാ ഡീലർമാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കാളികളായിരുന്ന ഒരാളാണ് മാതങ്കിനി ഹസ്ര എന്നറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ സരോജിനി നായിഡുവും ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി, അതോടൊപ്പം തന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രംഗത്തിറങ്ങിയ വനിതയാണ് എന്നുകൂടി നിങ്ങൾ പഠിക്കുക, ക്ലിയർ ചെയ്ത് ഓർക്കുക. ഒക്കെയാണ്, വ്യക്തമാണെന്ന് കരുതുന്നു. ഇനി സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. അവിടെ രാജ്കുമാരി അമൃത് കൗറിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കും. മൗലാന അബുൽ കലാം ആസാദിന്റെ പേര് നമുക്ക് കാണാം. റാഫി അഹമ്മദ് കിദ്വായിയുടെ പേരും ജഗ്ജീവൻ റാമിന്റെ പേരും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് റാഫി അഹമ്മദ് കിദ്വായി ആണ്. എന്തെന്നറിയപ്പെടുന്നത്, ഉത്തരം എന്നറിയപ്പെടുന്നത് ജഗ്ജീവൻ റാം അല്ല, മൗലാന അബുൽ കലാം ആസാദ് അല്ല, രാജ്കുമാരി അമൃത് കൗറുമല്ല. ശരി, അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില ഒന്നാം മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു എന്ന് വെറുതെ ഒന്ന് പഠിക്കാം. ശ്രദ്ധിച്ചേക്കാം, വെറുതെ പഠിക്കുകയല്ല, നമുക്കൊന്ന് പഠിക്കാം. വാർത്താ വിനിമയം ആരാണെന്ന് നമ്മളോട് ചോദിക്കാം. ശ്രദ്ധിക്ക്, വാർത്താ വിനിമയം കൈകാര്യം ചെയ്തിരുന്നത് ആരാണ്? റാഫി അഹമ്മദ് കിദ്വായ് ആണ്. റാഫി അഹമ്മദ് കിദ്വായ്, ഇത് മറക്കാതെ പഠിക്കുക. റാഫി അഹമ്മദ് കിദ്വായ് തന്നെയാണെന്നറിയപ്പെടുന്നത് വാർത്താവിനിമയം കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ആരാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത്? ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തതെന്ന് ചോദിക്കുകയാണ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് RK ഷൺമുഖം ചെട്ടിയാണ്. ആരാണ്? RK ഷൺമുഖം ചെട്ടി. ഇത് മറക്കാതെ പഠിക്കുക. RK ഷൺമുഖം ചെട്ടിയാണ് എന്നറിയപ്പെടുന്നത് ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി എന്നറിയപ്പെടുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നത് ആരാണെന്ന് നമ്മളോട് ചോദിക്കാം. ആരോഗ്യം കൈകാര്യം ചെയ്തിരുന്നത് രാജ്കുമാരി അമൃത് കൗർ ആണ്. ആരാണ്? രാജ്കുമാരി അമൃത് കൗർ. മറക്കാതെ പഠിക്കുക, രാജ്കുമാരി അമൃത് കൗർ ആണ്. അമൃത് കൗർ, ക്ലിയർ ആണ്. അമൃത് കൗർ ആണ് കൈകാര്യം ചെയ്തിരുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഭക്ഷ്യവും കൃഷിയും കൈകാര്യം ചെയ്തിരുന്നത് ആരാണെന്ന് നമ്മളോട് ചോദിച്ചാലോ? അതിന്റെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പഠിക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇത് കൈകാര്യം ചെയ്തത്. രാജേന്ദ്ര പ്രസാദ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായിരുന്നു, കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നു എന്ന് പഠിക്കുക. ഇനി അങ്ങനെയാണ് ചോദ്യമെങ്കിൽ വ്യവസായം ആരാണ് കൈകാര്യം ചെയ്തിരുന്നത്? വ്യവസായം കൈകാര്യം ചെയ്തിരുന്നത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. അപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് എന്തെന്നറിയപ്പെടുന്നത്? വ്യവസായം എന്നറിയപ്പെടുന്നത്. എന്നാൽ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിക്കുക, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആരാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ചോദിക്കാം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആരാണ് നടത്തിയത് എന്ന് ചോദിക്കാം. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആര് തന്നെയാണ്? പട്ടേൽ തന്നെയാണ്. പട്ടേൽ. അപ്പൊ നമുക്ക് തോന്നാം വാർത്താവിനിമയമല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആരായിരിക്കാം? റാഫി അഹമ്മദ് കിദ്വായ് ആയിരിക്കാം എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുമെങ്കിലും ഉത്തരം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അതുകൂടി ഓർക്കുക. മൗലാന അബുൽ കലാം ആസാദ്. വിദ്യാഭ്യാസം ആരാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന അബുൽ കലാം ആസാദാണ് എന്ന് കൂടി പഠിക്കുമ്പോൾ ആ ഭാഗം ക്ലിയർ ആയി. ശരി, അടുത്ത കാര്യത്തിലേക്ക് വരാം. ഏത് സത്യഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര്
സർദാർ വല്ലഭായ് പട്ടേലിന് ലഭിച്ചത് എന്നാണ് ചോദ്യം. ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് 1928 നടക്കുന്ന ഏത് സമരമാണ്? ബർദോളി സമരമാണ് ഉത്തരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർദോളി സത്യഗ്രഹമാണ്. ഈ ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് സർദാർ എന്ന വിശേഷണം കൊടുത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ്. 1928 തുടങ്ങുന്ന ഫെബ്രുവരിയിൽ തുടങ്ങി 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ നീണ്ട സത്യഗ്രഹമായിരുന്നു ബർദോളി സത്യഗ്രഹം എന്നറിയപ്പെടുന്നത്. ഈ ബർദോളി സത്യഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് വല്ലഭായ് പട്ടേലാണ്. പട്ടേൽ നേതൃത്വം കൊടുത്തത് കൊണ്ട് അന്ന് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന് നേതാവ് എന്നർത്ഥം വരുന്ന എന്ത് വിശേഷണം കൊടുക്കുകയാണ് ഉണ്ടായത്? സർദാർ എന്നറിയപ്പെടുന്ന വിശേഷണം കൊടുക്കുകയാണ് ഉണ്ടായത് എന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഓർക്കുക. എന്തിനായിരുന്നു ഈ ബർദോളി സത്യഗ്രഹം? 1925 നടക്കുന്ന വലിയ ക്ഷാമം നേരിടാൻ സാധിക്കാതെ വന്ന കർഷകർക്കിടയിലേക്ക് ബ്രിട്ടീഷുകാർ കനത്ത നികുതി കൂടി ചുമത്തിയപ്പോഴാണ് 1928 ഫെബ്രുവരി മാസം മുതൽക്ക് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ എന്താരംഭിച്ചത്? ബർദോളി സത്യഗ്രഹം ആരംഭിച്ചത് എന്നുകൂടി നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണ്, വ്യക്തമാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേരള PSC. ശ്രദ്ധിക്കുക, 2 കാരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഒന്നാമത്തെ കാരണം എന്നറിയപ്പെടുന്നത് വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. വിഘടനവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യവും അതിലുണ്ടാകുന്ന നാട്ടു രാജ്യങ്ങളുടെ ഏകീകരണവും എല്ലാം അവതാളത്തിലാകുമോ എന്ന സംശയം അന്നത്തെ പ്രധാന ലീഡറായിരുന്ന, പ്രധാന ദേശീയ നേതാവായിരുന്ന പട്ടേലിനും അതോടൊപ്പം തന്നെ ജവഹർലാൽ നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഘടനവാദ ഭീഷണി അവസാനിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അത് തടയുന്നതിനെല്ലാം ആദ്യ ശ്രമം എന്ന നിലയിൽ ആര് ശ്രമിക്കുന്നുണ്ട്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വിഘടനവാദം ഒഴിവാക്കുക, ഇല്ലാതാക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട എന്തായിരുന്നു? അജണ്ടയും ആവശ്യവുമായിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി അടുത്തത് ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടുള്ള വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുക, രണ്ടു പേരും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങൾ തമ്മിലോ ഭാഷാടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനോ എല്ലാം ഈ ഐക്യം കാത്തു സൂക്ഷിക്കുക പരമപ്രധാനമാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ നിലവിൽ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് അന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരം എന്നറിയപ്പെടുന്നത് 2ഉം 3ഉം ചേർന്നതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പഠിക്കുക. ഇനി ചപ്പാത്തി പ്രസ്ഥാനം, അതിനെയാണ് നമ്മൾ ചപ്പാത്തി ലഹള എന്ന് വിളിച്ചത്. 1857 കലാപത്തെ അല്ലെങ്കിൽ ശിപ്പായി ലഹളയെ അല്ലെങ്കിൽ കാർഷിക കലാപം ഐറിക് സ്റ്റോക്സ് വിളിച്ച അല്ലെങ്കിൽ ചെകുത്താന്റെ കാറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന 1857 കലാപമാണ് എന്തെന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് 1857 കലാപത്തെയാണ് നമ്മൾ ചപ്പാത്തി ലഹള എന്ന് വിളിച്ചത്. നാനാ സാഹിബിന്റെ ഗുരുവായിരുന്ന ഗുരുദാസ ബാബയുടെ ആശയമായിരുന്നു ചപ്പാത്തിയും താമരയും എന്ന് പറയുന്ന രഹസ്യ സന്ദേശം കൈമാറുന്നതിനുള്ള ഉപാധികൾ എന്ന് പറയുന്നത്. ഈ ഉപാധികൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമരക്കുള്ളിൽ ചപ്പാത്തിക്കുള്ളിൽ താമരയുടെ ഇതളുകൾ സൂക്ഷിച്ചുകൊണ്ട് അതിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി, പ്രത്യേകിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ശിപ്പായിമാർക്ക് കൈമാറേണ്ടത് എന്ന രഹസ്യങ്ങൾ രേഖപ്പെടുത്തി കൈമാറിയിരുന്ന ഒരു സിസ്റ്റത്തെയാണ് ചപ്പാത്തി ലഹള അല്ലെങ്കിൽ ചപ്പാത്തി പ്രസ്ഥാനം എന്നറിയപ്പെട്ടത്. 1857 കലാപം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചൊരു പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ചപ്പാത്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഒരു ചപ്പാത്തി പ്രസ്ഥാനം ആരംഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കലാപകലുഷിതമായ സാഹചര്യത്തിലേക്ക് സംഭവങ്ങൾ ഗതിമാറുന്നുണ്ട് എന്ന് തുടക്കത്തിൽ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നു, ശിപ്പായിമാർക്ക് മനസ്സിലാവുന്നു. അവർക്ക് ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു നിർദ്ദേശം കിട്ടിത്തുടങ്ങുന്നു. ഇതെല്ലാത്തിനും കാരണം ചപ്പാത്തി പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം എന്നറിയപ്പെടുന്നത് 1ാം സ്വാതന്ത്ര്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരമോ ഗുരുവായൂർ സത്യഗ്രഹമോ മലബാർ കലാപമോ ഒന്നും ഇതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന്റെ ഉത്തരവും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ നാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ എന്നാണ് 1924 നാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അത് വിളിച്ചു ചേർക്കുന്നത് ആലുവയിലാണ്. ആലുവ അദ്വൈതാശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്
അന്ന് നാരായണ ഗുരു 924 സർവമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്, ഇതെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വ്യക്തമായി പറഞ്ഞതാണ്. നമ്മുടെ ക്ലാസ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മാരത്തോണിൽ പറഞ്ഞ ഏകദേശം എല്ലാ ചോദ്യങ്ങളും നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മാരത്തോണിൽ പോയ കാര്യങ്ങൾ വ്യക്തമായി ഏതെല്ലാമാണ് എന്ന് എണ്ണി എണ്ണി പറയാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെ ചോദിച്ചു എന്നുള്ളതും നിങ്ങളതൊക്കെ എഴുതി എന്നുള്ളതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിലേക്കൊന്നും അധികം പോകുന്നില്ല. ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാത്തവരാണെങ്കിൽ അത്ഭുതം കൂറുന്ന വിധത്തിൽ തന്നെ ഇത്രയും ചോദ്യങ്ങൾ കേരള PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടു മനസ്സിലാക്കി നമ്മളത് എടുത്തു തന്നു എന്നുള്ളത് ട്രിക്ടേണിനെ സംബന്ധിച്ച് വലിയ ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. അടുത്ത കാര്യത്തിലേക്ക് പോവാം. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത്. 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നത്. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്നറിയപ്പെടുന്നത് മലബാർ ആണ് എന്ന് നമ്മളെല്ലാം പറയുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ മുൻ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വിശകലനത്തിൽ അല്ലെങ്കിൽ മുമ്പ് എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മാരത്തോൺ ക്ലാസ്സുകളിൽ അതിവിശാലമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. 1917 വാഗ്ഭടാനന്ദൻ ഏത് പ്രസ്ഥാനം ആരംഭിക്കുന്നത്? ആത്മവിദ്യാ സംഘം ആരംഭിക്കുന്നത്. ആത്മവിദ്യാ കാഹളത്തെക്കുറിച്ചും ആത്മവിദ്യയെക്കുറിച്ചും എല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കുക, പഠിക്കുക. ഇനി VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗക്ഷേമ സഭ എന്നാണ്. 1908 രൂപീകരിക്കുന്നത്. 1908 ജനുവരി മാസം 31 ആലുവയിൽ വെച്ചാണ് രൂപീകരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ വ്യക്തമായി പറഞ്ഞാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് എന്നും നമ്മൾ ഇതിനോടകം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അത് ഓർത്തു വെച്ചേക്കുക, അത് പഠിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം 5 വണ്ണം എന്നത് എന്താണ് എന്നൊരു ചോദ്യം വരാം. 5 വണ്ണം എന്താണ്? ശ്രദ്ധിക്കുക, 5 വണ്ണം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് വാണിജ്യ സംഘങ്ങളാണ്. എന്താണ് വാണിജ്യ സംഘങ്ങളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുക? 8-ാം നൂറ്റാണ്ടിൽ, ശ്രദ്ധിക്കുക, 8-ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ കച്ചവടത്തിലുണ്ടായിരുന്ന ജൂത സംഘങ്ങളെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് എന്തെന്നറിയപ്പെടുന്നത്? 5 വണ്ണം എന്നറിയപ്പെടുന്നത്. ഈ 5 വണ്ണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു രൂപരേഖ നമുക്ക് ലഭിക്കുന്നത് തരിസാപ്പള്ളി ശാസനത്തിൽ നിന്നാണ്. തരിസാപ്പള്ളി ശാസനം. അപ്പൊ തരിസാപ്പള്ളി ശാസനങ്ങളിൽ നിന്ന് ഈ ജൂത വ്യാപാരത്തെക്കുറിച്ച് 5 വണ്ണത്തെക്കുറിച്ച് വളരെ വിശകലനം ചെയ്തുകൊണ്ടുള്ള രേഖകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പുറപ്പെടുവിക്കുന്നത് അയ്യനടികൾ തിരുവടികളാണ് എന്നതുകൂടി ഓർത്താൽ ആ ഭാഗം കൂടി എന്ത് ചെയ്തു നമ്മൾ മനസ്സിലാക്കി. അപ്പൊ 8-ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വാണിജ്യ സംഘങ്ങളെയാണ്, കച്ചവട സംഘങ്ങളെയാണ്, ഏത് തരത്തിലുള്ള ജൂത സംഘങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ഇവിടത്തെ നമ്മൾ പറഞ്ഞതുപോലെ വാണിജ്യ സംഘങ്ങൾ എന്ന് നമ്മൾ വിശകലനം ചെയ്തത്. അവരെ തരിസാപ്പള്ളി ശാസനത്തിൽ വ്യക്തമായി എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. അയ്യനടികൾ തിരുവടികളാണ് ഇതുമായി ബന്ധപ്പെട്ട തരിസാപ്പള്ളി ശാസനം പുറപ്പെടുവിക്കുന്നത് എന്നുകൂടി പഠിക്കുക. ക്ലിയർ ആണ്. അടുത്തത് പ്രാചീന തുറമുഖമായി മുസിരിസ് ഏത് സ്ഥലമാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഉത്തരം കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? പ്രാചീന തുറമുഖമായ മുസിരിസ് എന്നറിയപ്പെടുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആണ്. അടുത്ത കാര്യത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. VT ഭട്ടതിരിപ്പാട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തിന്റെ പേര് യോഗക്ഷേമ സഭ എന്നാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുമായി ബന്ധപ്പെട്ടത് പൊയ്കേൽ അപ്പച്ചനാണ്. കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അപ്പോൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത്. അരയ സമാജം സ്ഥാപിക്കുന്ന വ്യക്തിയുടെ പേര് പണ്ഡിറ്റ് KP കറുപ്പൻ എന്നാണ്. ഉത്തരം അവിടെയും വരുന്നില്ല. ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയുടെ പേരാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നുള്ളത് ആരുടെ നാടകമാണ്? VT ഭട്ടതിരിപ്പാട് നാടകമാണ്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് ഇവിടെ പരിഗണിക്കേണ്ടത് ഏതാണ്? വേദാധികാര നിരൂപണമാണ്. അപ്പോൾ വേദാധികാര നിരൂപണമാണ് എന്തെന്നറിയപ്പെടുന്നത്? ചട്ടമ്പി സ്വാമികളുടെ കൃതി എന്നറിയപ്പെടുന്നത്. ഇവിടുത്തെ യോജിക്കുന്ന ഭാഗം എന്നറിയപ്പെടുന്ന ഒന്ന് മാത്രമാണ്. അത് ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം രചിച്ചു എന്നുള്ളതാണ്. ക്ലിയർ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, പഠിച്ചിരിക്കുക എന്നതുകൊണ്ട് മാത്രം
ഒന്നുകൂടി വിശകലനം ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഇനി സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് എന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കി. തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അങ്ങനെ ഒരു പ്രതിഷ്ഠ നാരായണ ഗുരു നടത്തിയിട്ടുണ്ടോ? ഉണ്ട്, നടത്തിയിട്ടുണ്ട്. നാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ എന്നിവയാണ്. അല്ല, അത് ചട്ടമ്പി സ്വാമികളുടേതാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന പ്രസിദ്ധവാക്യം ഉയർത്തിയോ? തീർച്ചയായും ഉയർത്തി. സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ നാരായണ ഗുരുവാണ്? അല്ല, നമുക്കറിയാം വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടത് ഏതാണ്? നമുക്കിവിടെ 2ഉം ഏതും തന്നിട്ടുണ്ട്, 4ഉം തന്നിട്ടുണ്ട്. അപ്പൊ 2ഉം 4ഉമാണ് ഉത്തരം എന്നറിയപ്പെടുന്നത്. തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നമുക്ക് തെറ്റായ പ്രസ്താവനകൾ 2ഉം 4ഉമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത് എന്നൊരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. പഹാരിയ കലാപം കാണാം, മാപ്പിള കലാപം കാണാം, സാന്താൾ കലാപം കാണാം, കോൾ കലാപം കാണാം. ഇങ്ങനെ വിശദമായി നമ്മൾ മുൻ ക്ലാസ്സുകളിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ, മാരത്തോൺ ക്ലാസ്സുകളിൽ, അതോടൊപ്പം ചേർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും ജസ്റ്റ് ഞാനൊന്ന് രേഖപ്പെടുത്തുകയാണ്. പഹാരിയ കലാപം, അതിൽ ഒന്നാമത്തെ കലാപമാണ് പഹാരിയ കലാപം എന്നറിയപ്പെടുന്നത്. ഈ പഹാരിയ കലാപം നടക്കുന്നത് 1778 രാജാ ജഗന്നാഥിന്റെ നേതൃത്വത്തിൽ, ജഗന്നാഥിന്റെ നേതൃത്വത്തിലാണ് പഹാരിയ കലാപം നടക്കുന്നത്. രാജ്മഹൽ കുന്നുകളിലാണ് അത് നടക്കുന്നത് എന്ന് നമുക്കറിയാം. രാജ്മഹൽ കുന്നുകളിലാണ് ഇത് നടക്കുന്നത് നമുക്കറിയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രധാനമായും പറയേണ്ടത് സാന്താൾ കലാപമാണ്. സാന്താൾ കലാപം സിദ്ധുവിന്റെയും കാനുവിന്റെയും നേതൃത്വത്തിൽ 1855 നടക്കുന്നത്. ഇനി അടുത്തത് കോൾ കലാപത്തിന്റെ കാര്യമാണ് വരുന്നതെങ്കിൽ 1831-32 ജാർഖണ്ഡ് പ്രദേശത്ത് നടക്കുന്ന കോൾ കലാപം നടക്കുന്നത്. ഇതിന് 3മുള്ള കോമൺ പ്രത്യേകത എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇത് എന്ത് കലാപമാണ്? ഇത് ഗോത്രവർഗ കലാപമാണ്. ഈ ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത് എന്ന ചോദ്യത്തിന് നമുക്ക് മാപ്പിള കലാപമാണ് ഉത്തരമായിട്ട് പരിഗണിക്കാൻ സാധിക്കുക. 1921 മലബാർ കലാപം, മാപ്പിള കലാപം. അതിനു മുമ്പും കലാപം ഉണ്ടായി. 1836-53 കാലഘട്ടത്തിലാണ് മാപ്പിള കലാപത്തിന്റെ ആദ്യഘട്ടം ഉണ്ടാകുന്നത് എന്നും നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. അടുത്തത് പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങളിൽ പെടുന്ന പ്രസ്താവന ഏത് എന്നുള്ളതാണ്. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ വ്യക്തമായി ഇത് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പരീക്ഷയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾക്ക് മാരത്തോണിൽ പറഞ്ഞ കാര്യമാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, അങ്ങനെ എടുത്ത് തന്നെ പഠിക്കണേ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇനി ബ്രിട്ടീഷുകാരുടെ പണപരമായിട്ടുള്ള നികുതി പിരിവ്, വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം, ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് കോട്ടയം പ്രദേശം പാട്ടത്തിന് നൽകിയത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടത്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, ബ്രിട്ടീഷുകാരുടെ പണപരമായുള്ള നികുതി പിരിവ്, അതോടൊപ്പം തന്നെ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. ഇതിൽ ശ്രദ്ധയോടെ പഠിക്കുക. ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടത് ഏതാണ്? ശ്രദ്ധിക്കുക. ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടത് ഏതാണ്? വയനാട് പിടിച്ചെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കവും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളുമാണ് പഴശ്ശി കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഉത്തരമായിട്ട് നമുക്ക് പരിഗണിക്കാനാവുന്നത് എ ആണ്. ക്ലിയർ ആണ്. ഇനി കുറിച്ച കുറുമ്പ്ര കലാപവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, കുറുമ്പ്ര കലാപവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് ഈ ഉത്തരം എന്ത് ചെയ്യാവുന്നതാണ്? പരിഗണിക്കാവുന്നതാണ്. ക്ലിയർ ആണ്. അപ്പോൾ കുറുമ്പ്ര കലാപവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർ പണപരമായി തന്നെ നികുതി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വെട്ടിച്ചുട്ട് കൃഷിയൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്താൻ അനുവദിക്കാതിരുന്നപ്പോഴാണ് 1812 കുറിച്യക്കുറുമ്പ്ര കലാപം ഉണ്ടായത് എന്നെല്ലാം നമുക്കറിയാം. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന്റെ കൈവശം ഉണ്ടായിരുന്ന കോട്ടയം ദേശം എന്ത് ചെയ്യുകയും പിടിച്ച് എടുക്കുകയും അതിനുശേഷം കുറുമ്പ്രനാട് രാജാവിന് നൽകുകയൊക്കെ ചെയ്തതാണ് ഒന്നാം പഴശ്ശി കലാപത്തിന് പ്രധാന കാരണമായത് എന്ന് നമുക്കറിയാം. 1793 1797 ഒന്നാം പഴശ്ശി കലാപം. 1800 1805 രണ്ടാമത്തെ പഴശ്ശി കലാപവും ഉണ്ടാവും. ഇനി 55ാമത്തെ ചോദ്യമായിട്ട് കേരള PC ചോദിച്ചിട്ടുള്ള ഡി ഓപ്ഷൻ ചോദ്യമാണിത്. ഡി കോഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ പല കോഡുകളായിട്ട് ABCD കോഡുകളിൽ പെട്ടതാണ്. അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്: സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്?
നമുക്കറിയാം സാധുജന പരിപാലന സംഘം 1907 ആരംഭിച്ചത് ആരാണ്? അയ്യങ്കാളി, മഹാത്മാ അയ്യങ്കാളി. ഇന്ത്യൻ നവോത്ഥാനത്തിലെ ആളിക്കത്തുന്ന തീപ്പൊരി. എത്ര തവണ കേരള PSC ചോദിച്ചു, നമ്മൾ എത്ര തവണ ക്ലാസ്സിൽ ആവർത്തിച്ച് പറഞ്ഞു. മഹാത്മാ അയ്യങ്കാളിയുടെ പേര് നമ്മൾ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. ഇത് ചോദിക്കും 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 എന്ന് നമ്മൾ ആവർത്തിച്ചു പറയുകയുണ്ടായി. 1913 സാധുജന പരിപാലനയെക്കുറിച്ചും സാധുജന പരിപാലന സംഘം എങ്ങനെ രൂപീകരിക്കപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ വ്യക്തമാക്കിയതാണ്. എങ്കിലും ചോദിച്ചു, നമ്മളത് പഠിച്ചു, നമുക്കൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു. വൈകുണ്ഠ സ്വാമികൾ, അതുപോലെ തന്നെ TK മാധവൻ, K കേളപ്പൻ എന്നീ ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഉത്തരത്തിലേക്ക് കടക്കാൻ പറ്റുന്ന അയ്യങ്കാളി എന്ന ഉത്തരത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്. ക്ലിയർ ആണ്. ആഴമേറും നിൻ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്നത് ഏതിലെ വരികളാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യമായി കൊടുത്തിരിക്കുന്നത്. ഉത്തരം നമുക്കറിയാം, ദൈവദശകത്തിലെ പ്രധാന വരികളാണിത്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതെങ്ങ് ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടങ്ങിയാൽ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ദൈവദശകത്തിലെ അവസാന വരികളാണ് നിങ്ങളെ എന്ത് ചെയ്തത് ക്വസ്റ്റ്യനിൽ കണ്ടത്. ദൈവദശകത്തിലാണ്. ആത്മോപദേശ ശതകത്തിലെ വരികൾ നമ്മൾ പറഞ്ഞു. പരമപരന്റെ അതൻ പ്രിയം സ്വകീയ പ്രിയ പരമപ്രിയം ഇപ്രകാരമാകും, നയം ഇതിനാല് നരന്നു നന്മ നൽകും, ക്രിയ അപരക്രിയ ഹേതുവായി വരേണം. ദർശനമാലയുണ്ട്, അതുപോലെ തന്നെ ദൈവദശകമുണ്ട്, ശിവശതകമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ കൃതികളിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ എടുത്ത് കേരള PSC നമ്മളോട് ഇത് ആരെഴുതിയതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആണ്. ശിവശങ്കര സർവശരണ്യ വിഭോ ഭവ സങ്കടനാശന പാഹി ശിവ, കവി സന്തതി സന്തതവും തൊഴുമിൻ, ഭവനാടകമാടും അരുമ്പുരുളെ എന്നൊക്കെ തുടങ്ങുന്ന കൃതികളെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ നാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ആധികാരികമായ ആ കാര്യത്തിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാര്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത് ഏത്? മാവിലാന്തോട് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആരെ ഓർമ്മ വരണം? പഴശ്ശിരാജയെ ഓർമ്മ വരണം. അവിടെ അതേ സ്ഥാനത്ത് വേലുത്തമ്പി ദളവയെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഉത്തരം തുടക്കത്തിലെ അവിടെ തെറ്റാണെന്ന് മനസ്സിലായി. അടുത്തത് മണ്ണടി, പഴശ്ശിരാജയാണ് കൊടുത്തിട്ടുള്ളത്. മണ്ണടി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി മാപ്പിള കലാപം ഒരു കാർഷിക മുന്നേറ്റമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. വില്യം ലോഗന്റെ പ്രധാന കമ്മീഷൻ റിപ്പോർട്ട് എന്തായിരുന്നു? കാർഷികപരവും ജന്മിത്തപരവുമായ പ്രശ്നങ്ങളാണ് മലബാർ കലാപത്തിന് കാരണം എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പരസ്പര ബന്ധമില്ലാത്തത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 1ഉം 2ഉം തെറ്റാണെന്ന് മനസ്സിലായി. 1ഉം 2ഉം തെറ്റാണെന്ന് മനസ്സിലാവുന്നത് D ഓപ്ഷനിലാണ്. ആ D ഓപ്ഷൻ നമ്മൾ കറപ്പിച്ചപ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് കിട്ടി. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാക്രമം തന്നിരിക്കുക അല്ലെങ്കിൽ എഴുതുക എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 940 നടന്ന സംഭവമാണ്. 1940 നടന്ന സംഭവമാണ് മൊറാഴ സമരം എന്നറിയപ്പെടുന്നത്. കുണ്ട്ര വിളംബരം നമുക്കറിയാവുന്നതാണ്. 1809 നടന്നതാണ് കുണ്ട്ര സമരം. പൂക്കോട്ടൂർ കലാപം നടക്കുന്നത് 1921 കുറിച്യ കലാപം നമുക്കറിയാം 1812 കുറിച്യ കലാപം നടക്കുന്നത്. ഓൾറെഡി ഇത്തരത്തിലുള്ള ചില പേന കൊണ്ടുള്ള എഴുത്തുകളൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ഒരാളുടെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ അവരെഴുതിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടും. നമുക്ക് കിട്ടിയ സോഴ്സ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അതായതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളെ ഈ വിധത്തിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക. നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് പരിഗണിക്കേണ്ടത് ഏതാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഉത്തരമായിട്ട് എഴുതേണ്ടത് ഏത് വർഷമാണ്? ശ്രദ്ധിച്ചേ. ആദ്യമായിട്ട് നമുക്ക് ഉത്തരം എഴുതേണ്ടത് 1809 അതിനുശേഷം 1812, അതിനുശേഷം 1921, 1940 എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് 2, 4, 3, 1 എന്നുള്ളതാണ്. അപ്പോൾ 2, 4, 3, 1 നമുക്ക് ബിയിലാണ് കാണാൻ സാധിക്കുക. ക്ലിയർ ആണ്? വ്യക്തമാണ്? ശരി. അടുത്ത കാര്യത്തിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിതവും ജനകീയവുമായി ചെറുത്തുനിൽപ്പ് സമരം ഏതാണ്? കലാപം ഏതാണെന്ന് കേരള PSC ചോദിച്ചിരിക്കുന്നു. 1721 ഏപ്രിൽ മാസം 15 തീയതി നടക്കുന്ന ആറ്റിങ്ങൽ കലാപമാണ് അതിൻ്റെ ഉത്തരം എന്ന് നമുക്ക് ആവർത്തിച്ച് പറഞ്ഞ് പഠിപ്പിച്ച കാര്യമാണ്. മാരത്തോണിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ തുടങ്ങിയ ആദ്യ ഭാഗങ്ങളിലൊന്ന് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടാണ്. 1697 5 തെങ്ങ് കലാപം ഉണ്ടാകുന്നത്.
കുറിച്ച കലാപം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1812 മാപ്പിള കലാപം 1921 നടക്കുന്നത്. കൊളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായി മാറിയത് ആര് എന്നൊരു ചോദ്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഉത്തരമെന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ഡിലനോയാണ്. വലിയ കപ്പിത്താൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നമുക്കറിയാം പഴശ്ശിരാജയെ കേരളവർമ്മ, പഴശ്ശിരാജ, പൈച്ചിരാജ, കെട്ടിയൂട്ട് രാജ എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിച്ചു. പാലിയത്തച്ഛൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു. വേലുത്തമ്പി ദളവയുടെ പ്രത്യേകതയെ നമ്മൾ പറഞ്ഞതാണ്. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നു. അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു. ആ മൊത്തത്തിലുള്ള ഓർഡർ തന്നെ നമ്മൾ പറഞ്ഞു വരികയുണ്ടായി. രാജാ കേശവദാസ്, അതിനുശേഷമാണ് ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ള വരുന്നത്. അതിനു മുമ്പ്, അദ്ദേഹത്തിന് മുമ്പ് തന്നെ ജയന്തൻ ശങ്കരനാരായണൻ തമ്പി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവാൻ അവിടെ ഭരണം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ആര് വരുന്നത്? ചിറയൻകീഴ് ചെമ്പകരാമൻ പിള്ള വരുന്നത്. അതിനുശേഷം വരുന്നയാളാണ് വേലുത്തമ്പി ദളവ. അദ്ദേഹത്തിന് ശേഷം ഉമ്മിണി തമ്പി വരുന്നുണ്ട്. അങ്ങനെ വിശാലമായ അർത്ഥത്തിൽ തന്നെ ദിവാൻമാരുടെ ഒരു കൂട്ടം അവിട്ടം തിരുനാളിന്റെ ഭരണകാലത്ത് ഉണ്ടാകുന്നുണ്ട്. അടുത്തതായി നോക്കാനുള്ളത് അരുൾനൂൽ. നമ്മളെ റദ്ദ് ചെയ്ത പരീക്ഷ, ആ പരീക്ഷയിൽ ഉണ്ടായ ഒരു ചോദ്യമാണ്. അരുൾനൂൽ എന്നത് ആരുടെ കൃതിയാണ്? ഓൾറെഡി ഇത് ചില ആൾക്കാർ പരീക്ഷ എഴുതി കഴിഞ്ഞു. അവരാണ് ആദ്യഘട്ടത്തിൽ ഈ പരീക്ഷ എഴുതിയത്. ഒന്നാം ഘട്ടത്തിൽ മാറിക്കൊടുത്ത ചോദ്യം ഇതായിരുന്നു. അരുൾനൂൽ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ക്ലിയർ ആണ്. അപ്പം മറക്കാതെ പഠിക്കുക. അരുൾനൂൽ എന്നറിയപ്പെടുന്നത് ആരുടെ പ്രധാനപ്പെട്ട കൃതിയാണ്? വൈകുണ്ഠസ്വാമികളുടെ കൃതിയാണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നറിയപ്പെടുന്നത്. അരുൾനൂൽ ആരുടെ കൃതിയാണ് എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. ഇത് മറക്കാതെ പഠിക്കുക. ക്ലിയറാ? ശരി, അടുത്ത കാര്യത്തിലേക്ക് വരാം. വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയതാര്? ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു ആവർത്തന വിരസത തോന്നുന്നു. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. നമുക്കറിയാം, ഇവിടെ ഡോക്ടർ എം.ഇ. നായിഡു ആണ് വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നടത്തിയത്. അത് നമ്മൾ പറയുകയുണ്ടായി. നാഗർകോവിലിൽ നിന്ന് ജാഥ നടത്തിയ വ്യക്തിയുടെ പേര് ഡോക്ടർ എം.ഇ. നായിഡു എന്നാണ്. അതേസമയം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വ്യക്തിയുടെ പേര് ചോദിച്ചാലേ മന്നത്ത് പത്മനാഭന്റെ പേര് എഴുതാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ അത് ഉത്തരമായി കറുപ്പിച്ചയാള് മന്നത്ത് പത്മനാഭൻ എന്നറിയാതെ എഴുതിയിട്ടുണ്ട്. അതെന്ത് തന്നെ ആയാലും കഷ്ടമായി പോയി. ശരി, അടുത്ത കാര്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കുക. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്നത് വേദാധികാര നിരൂപണം എഴുതിയ സമയത്ത് ആര് പറഞ്ഞതാണ്? വേദാധികാര നിരൂപണം എഴുതിയ ചട്ടമ്പി സ്വാമികളുടെ കൃതിയെക്കുറിച്ച് ആര് പറഞ്ഞാണ്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. 1892 ചട്ടമ്പി സ്വാമികളെ എറണാകുളത്ത് വെച്ച് ആര് കാണുന്നത്? സ്വാമി വിവേകാനന്ദൻ കാണുന്നത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് അന്നേരം എന്ത് ചെയ്യുന്നുണ്ട്? പ്രകീർത്തിക്കുന്നുണ്ട്. അങ്ങോ മഹാനായ ഗരുഡൻ, ഞാനോ നിസാരപ്പെട്ട ഒരു കൊതുക് എന്ന് പരാമർശിക്കാൻ അന്നേരം ചട്ടമ്പി സ്വാമികൾ മുതിരുന്നുകൂടിയുണ്ട്. എന്നാൽ 1892 കേരളത്തിലെത്തിയ സ്വാമി വിവേകാനന്ദൻ നാരായണ ഗുരുവിനെ സന്ദർശിക്കുന്ന ഒരു പശ്ചാത്തലമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ചരിത്രത്തിന്റെ മറ്റൊരു പ്രധാന ഭാഗമാണ്. 1893 ആയപ്പോൾ അദ്ദേഹം ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുകയും ചെയ്തു. കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാണെന്ന് ചോദ്യത്തിന് കെ.പി. കേശവമേനോൻ എന്ന ഉത്തരം തന്നെയാണ് നമുക്ക് എഴുതേണ്ടത്. കെ.പി. കേശവമേനോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന നിലയിൽ കൂടി നമുക്ക് പരാമർശിക്കാവുന്നയാളാണ് കെ.പി. കേശവമേനോൻ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇനി അതേസമയം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് എന്നൊരു ചോദ്യം ചോദിക്കാം. ശ്രദ്ധിക്കുക. മാതൃഭാഷയുടെ പോരാളി എന്ന ചോദ്യമാണെങ്കിൽ നമുക്ക് മക്തി തകളുടെ പേര് എഴുതാം. അതേ സമയത്ത് നമ്മുടെ പിടിയേരി സമ്പ്രദായത്തിന്റെ വക്താവാര് എന്ന ചോദ്യത്തിനോ അല്ലെങ്കിൽ കേരള സാക്ഷരതയുടെ പിതാവാരൻ ചോദിച്ചാലോ ചാവറയച്ചന്റെ പേര് നമുക്ക് പറയാം. പുരുഷസിംഹം അല്ലെങ്കിൽ പുരുഷകേസരി എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ പേരും എഴുതാൻ സാധിക്കണം. സാധുജന പരിപാലന സംഘം കേരള PSC ഓൾറെഡി ചോദിച്ചു, അത് വീണ്ടും ചോദിച്ചു. 1907 സ്ഥാപിക്കപ്പെടുന്നത്. ആരാണ് അതിൻ്റെ സ്ഥാപകൻ എന്നാണ് ചോദ്യം. ഉത്തരം എന്നറിയപ്പെടുന്നത് ആരാണ്? സാക്ഷാൽ അയ്യങ്കാളി തന്നെയാണ് ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത്. നമുക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു എന്നാണ് ഇവിടുത്തെ ചോദ്യം. നമുക്കറിയാം, സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ, അതുപോലെ തന്നെ മൗണ്ട് ബാറ്റൻ, ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള
അശ്രാന്ത പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നടക്കുന്നത്. ഓൾറെഡി നമുക്ക് കാഴ്ചയിൽ തന്നെ എന്ത് ചെയ്യാവുന്നതാണ്, അത് മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരവാണ്. വല്ലഭായ് പട്ടേലും VP മേനോനും ലൂയി മൗണ്ട് ബാറ്റനും ചേർന്നിട്ടാണ് ഇത് നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണം ഉണ്ടാകുന്നത്. മഹാത്മാഗാന്ധി, നമുക്കറിയാം, മഹാത്മാഗാന്ധിയും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനും മുഹമ്മദ് അലി ജിന്നയും ഒരിക്കലും ആ ഉത്തരമായിട്ട് വരില്ല എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി ബാലഗംഗാധര തിലക്, ജയപ്രകാശ് നാരായൺ, ഡോക്ടർ BR അംബേദ്കർ ആ ഭാഗത്തോട്ട് വരുന്നില്ല. കാരണം ബാലഗംഗാധര തിലക് 1920 അന്തരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതില്ല, അദ്ദേഹം മരിച്ചുപോയോ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹം വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്ന വാർത്തയെല്ലാം സജീവമായി തന്നെ അലയലികൾ കൊണ്ടു നിന്ന സമയത്ത് എങ്കിലും അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെയോ ഓൾറെഡി മരണപ്പെട്ട ബാലഗംഗാധര തിലകിനെയോ അതിനു മുമ്പ് തന്നെ മരണപ്പെട്ട റാണി ലക്ഷ്മിഭായിയോയോ നമുക്ക് ഈ ഭാഗത്ത് ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾ കോമണായി നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ച സമയത്ത് എങ്ങനെയായിരിക്കും ഈ ചോദ്യത്തിലേക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായി തന്നെ ധാരണ കിട്ടുന്ന കാര്യമാണ്. ചില ആൾക്കാർക്കൊക്കെ ലൂയി മൗണ്ട് ബാറ്റൻ ഇതിൽ അംഗമായിരുന്നോ, അല്ലെങ്കിൽ നാട്ടുരാജ്യ സംയോജനത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും. ശ്രദ്ധയോടെ കേൾക്കുക, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യക്കാരൻ എപ്രകാരമാണോ നാട്ടുരാജ്യ സംയോജനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങിയത്, അതുപോലെ തന്നെ മുന്നിട്ടിറങ്ങിയ വ്യക്തിയായിരുന്നു ലൂയി മൗണ്ട് ബാറ്റൻ എന്നറിയപ്പെടുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റൻ. വിനയൻ എഴുതി സംവിധാനം ചെയ്ത 2022 19-ാം നൂറ്റാണ്ട് എന്ന സിനിമ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ചതാണ്? സിമ്പിൾ ചോദ്യമാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. കേരള നവോത്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന ആറാട്ടുപുഴ വേലായുധ പണിക്കർ തൊപ്പ് വെച്ച കിട്ടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാൽ കൊല്ലപ്പെട്ട ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അച്ചിപ്പുടവ സമരമായാലും ഏത്താപ്പ് സമരമായാലും ഒക്കെ നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട കഥകളി യോഗം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ എന്ന നിലയിലൊക്കെ ആയാലും ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ സ്ഥാനം പ്രഥമമാണ്. അപ്പോൾ അതിൽ 19-ാം നൂറ്റാണ്ട് എന്നറിയപ്പെടുന്ന സിനിമ അതാരുമായി ബന്ധപ്പെട്ടതാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പഠിക്കുക. ദരിദ്രരെ സഹായിക്കുന്നതിനായി പിടിയരി അഥവാ ഒരു പിടി അരി എന്ന ജീവകാരുണ്യ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ചാവറയച്ചനാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചാവറയച്ചനാണ് അത് സംഘടിപ്പിക്കുന്നത്. പിടിയരി സമ്പ്രദായത്തിന്റെ പിതാവ് അല്ലെങ്കിൽ പിടിയരി സമ്പ്രദായത്തിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചാവറയച്ചനാണ്. അദ്ദേഹമാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. 1953 ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച ഭാഷാ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് നമുക്ക് പഠിക്കേണ്ടത് അല്ലെങ്കിൽ നോക്കേണ്ടത്. ഇതിന്റെ മറ്റൊരു പേരാണ് ഫസൽ അലി കമ്മീഷൻ. ശരിയാണ്, കാരണം 3 അംഗങ്ങളാൽ രൂപീകൃതമായ കമ്മീഷനായിരുന്നു ഫസൽ അലി കമ്മീഷൻ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. അതിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 3 പേരുടെ പേര് പറയണം. ഫസൽ അലിയുടെ പേര് പറയണം, അതുപോലെ തന്നെ ഹൃദയനാഥ് കുൻസുറുവിന്റെ പേര് പറയണം, അതുപോലെ തന്നെ കാവാലം മാധവ പണിക്കരുടെ പേര് പറയണം. ഇനി അടുത്തത് HN കുൻസുറു ഇതിൽ അംഗമായിരുന്നു. അത് ശരിയാണോ? ശരിയാണ്. അപ്പോൾ ആദ്യ 2 പ്രധാനപ്പെട്ട പ്രസ്താവനകളും ശരിയാണ്. കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കേരള PCക്ക് തന്നെ ഇവിടെ തെറ്റുപറ്റി കേട്ടോ. ശുപാർശയല്ല, ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്ര ഭരണ പ്രദേശങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റേണ്ടത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണ് ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് 18 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും എന്നുള്ളതാണ്. അത് തെറ്റാണ്. അപ്പോൾ തെറ്റായ കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. 3 തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. 3 തെറ്റാണ്. ക്ലിയർ ആണ്. അടുത്തത് 1956 നവംബർ മാസം 1-ാം തീയതി കേരള സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണോ? 4 ശരിയാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് ഏത് മാത്രമാണ് തെറ്റ്? സി അഥവാ 3 മാത്രമാണ് തെറ്റ് എന്നുള്ളത് നമുക്ക് പിടികിട്ടി. ക്ലിയർ ആണ്. അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. ആനി ബസന്റ് ആണ് ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിക്കുന്നത്. സുഭാഷ് ചന്ദ്ര ബോസ്
ഗീതാഞ്ജലി എഴുതിയത് ആരാണെന്ന് നമുക്കറിയാം. ഗീതാഞ്ജലി എഴുതിയത് ആരാണ്? ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന നമ്മുടെ ദേശീയ ഗാനം എഴുതിയ ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് ഗീതാഞ്ജലി എഴുതി. അദ്ദേഹത്തിന് നൊബേൽ നേടിക്കൊടുത്ത കൃതിയാണ്. അതേസമയം ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നറിയപ്പെടുന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യമെങ്കിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെയാണ് ഒരു ചോദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിരുന്നതെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? സുഭാഷ് ചന്ദ്രബോസിന്റെ പേര് തന്നെ പറയാമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് തെറ്റായ ജോഡി തന്നെ ഓൾറെഡി നമുക്ക് ബി ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, സുഭാഷ് ചന്ദ്രബോസ് ആണ് തെറ്റ്. ജയപ്രകാശ് നാരായണൻ എന്തുകൊണ്ട് സോഷ്യലിസം, വൈ ഐ ആം ആൻ എത്തീസ്റ്റ് ആരാണ് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗത് സിംഗ് എന്നും, വൈ ഐ ആം എ സോഷ്യലിസ്റ്റ് എന്നാണെങ്കിൽ ആനി ബസന്റിൻ്റെയും പേര് എഴുതുക. രവീന്ദ്രനാഥ ടാഗോർ ലെറ്റേഴ്സ് ഫ്രം റഷ്യ എന്നുള്ളത് ആരുടെ കൃതിയാണ്? രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ്. ശരി, ശ്രദ്ധയോടെ കേട്ടോ. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇവിടുത്തെ എന്തെന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗീതാഞ്ജലി എന്നറിയപ്പെടുന്ന ഭാഗം കൂടി വരുന്നതാണ് ഇവിടുത്തെ തെറ്റ്, അഥവാ ബി ആണ് ഇതിലെ തെറ്റ് എന്നറിയപ്പെടുന്നത്. ശരി, അടുത്ത കാര്യത്തിലേക്ക് വരാം. 37 വന്ദേ മാതരം എന്ന ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? നമുക്കറിയാം ദേശരാഗത്തിലാണ് എന്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്? വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് 1882 പുറത്തിറങ്ങിയ ബംഗാളി നോവലായ ആനന്ദമഠത്തിലാണ് ഈ ഗാനം നമുക്ക് കാണാൻ സാധിക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഇത് എഴുതിയത്. ഭവാനന്ദ് എന്നറിയപ്പെടുന്ന നായകൻ ആലപിക്കുന്ന ഗാനമായിട്ടാണ് നമുക്ക് ദേശീയരാഗത്തിൽ പിന്നീട് ആലപിക്കപ്പെട്ട 1896 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ച് റഹ്മത്തുള്ള സയാനി അധ്യക്ഷനായ സമ്മേളനത്തിൽ വെച്ച് രവീന്ദ്രനാഥ ടാഗോറിനാൽ ആദ്യമായി ആലപിക്കപ്പെടുന്ന വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗത്തെക്കുറിച്ച് ചോദിച്ചു. ദേശരാഗമാണ് എന്നോർക്കുക. കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് ഏത് നവോത്ഥാന നായകന്റെ ജനനം കൊണ്ട് പ്രസിദ്ധമാണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു, വ്യക്തമായി തന്നെ പഠിച്ചു. ഇത് പഠിച്ചുകൊണ്ട് പോണേ എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ സാധനം എന്താ ചോദിച്ചിരിക്കുന്നു? വൈകുണ്ഠ സ്വാമികൾ. സത്യം പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാത്തതിൽ നിന്ന് ഒരു ഭാഗം പോലും ഇതിൽ നിന്ന് ചോദിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കുന്ന വിധത്തിൽ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് എല്ലാം കേരള PSC ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ അവസാന റിവിഷനിൽ തന്നെ, മാരത്തോണിൽ തന്നെ ജസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കേരള PSC ആ ചോദ്യങ്ങളെ അടുക്കും ചിട്ടയോടെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാന പ്രത്യേകതയാണ്, സവിശേഷതയാണ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി ഏത് എന്നുള്ളതാണ്. അരുൾനൂല് ചട്ടമ്പി സ്വാമികൾ അല്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു ആരുമായി ബന്ധപ്പെട്ടതാണ് അരുൾനൂൽ എന്നറിയപ്പെടുന്ന കൃതി? അത് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നിങ്ങൾ വ്യക്തതയോടെ പഠിക്കുക. ക്ലിയർ? ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്തത് പിങ്കള. ശ്രദ്ധിക്കുക, AG വേലായുധൻ പിങ്കള എന്നറിയപ്പെടുന്ന കൃതി എഴുതിയത് ആരെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് നമുക്ക് പറയേണ്ടത് ആരുടെ പേരാണ്? ഉള്ളൂർ S പരമേശ്വരയുടെ പേരാണ്. ഉള്ളൂരാണ് അത് ആ കൃതി എഴുതിയത്. ഇനി തലയോട് എന്നറിയപ്പെടുന്ന കൃതി എന്തുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയതാണ്, തകഴി എഴുതിയതാണ്. അപ്പോൾ അരുൾനൂൽ ചട്ടമ്പി സ്വാമികളല്ല, പിങ്കള നമ്മുടെ AG വേലായുധനല്ല, അതുപോലെ തന്നെ തലയോട് KC കേശവ പിള്ളയല്ല. ക്ലിയർ? അപ്പോൾ ഉത്തരം എന്നറിയപ്പെടുന്നത് ആനന്ദസൂത്രമാണ്. ഉത്തരം ശരി, ആനന്ദസൂത്രം ബ്രഹ്മാനന്ദ ശിവയോഗി എന്നുള്ളതാണ്. ഇനി വയലാർ സ്റ്റാലിൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞു. CK കുമാരപ്പണിക്കരാണ് വയലാർ സ്റ്റാലിൻ എന്ന് നമ്മൾ പറഞ്ഞു. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പോയിന്റ് എല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്ത് പഠിക്കുകയുണ്ടായി. ചുവടെ തന്നിരിക്കുന്നതിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. നമുക്കറിയാം 1915 കല്ലുമാല സമര നേതൃത്വം നടക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം 1893 നേതൃത്വം കൊടുക്കുന്നതും ആര് തന്നെയാണ്? അയ്യങ്കാളി തന്നെയാണ്. എന്നാൽ വിമോചന സമരം 1959 നടക്കുന്ന മന്നത്ത് പത്മനാഭന്റെയൊക്കെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കുറിച്യകലാപം രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത് 1ഉം 4ഉമാണ് ഉത്തരം എന്നറിയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബി ആണ് ഇവിടുത്തെ ഉത്തരം എന്നറിയപ്പെടുന്നത്. ശരി, അടുത്തത് 936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ആരാണ് ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AK ഗോപാലൻ. AK ഗോപാലനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് പഠിച്ചിട്ടുള്ളതാണ്. ഇതിൽ AK ഗോപാലൻ നേതൃത്വം കൊടുത്ത ജാഥയാണെന്നറിയപ്പെടുന്ന പട്ടിണി ജാഥ 1936 നടന്നു. അത് കണ്ണൂരിൽ നിന്ന് എങ്ങോട്ടാണ്? മദ്രാസിലേക്കാണ് നടന്നത്. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. 936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തി AK ഗോപാലൻ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ഓൾറെഡി തെറ്റാണ്, നമുക്കറിയാം. വാഗ്ഭടാനന്ദൻ അല്ല.
സമത്വ സമാജം രൂപീകരിച്ച വൈകുണ്ഠ സ്വാമികളാണെന്ന് നമുക്കറിയാം. സഹോദര സംഘം സ്ഥാപിച്ച കുമാരനാശാനാണ്. സഹോദര സംഘം ആരംഭിച്ചത് ആരാണെന്ന് നമുക്കറിയാം. സഹോദര സംഘം ആരംഭിച്ചത് ആരാണ് പറഞ്ഞേ? അത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് സ്ഥാപിച്ചത്. 1836 സ്ഥാപിക്കപ്പെടുന്ന പ്രസ്ഥാനമാണ് സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികളാൽ രൂപീകരിക്കപ്പെട്ടു. പൊയ്കയിൽ യോഹന്നാൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS. 1909 രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണ് എന്തെന്നറിയപ്പെടുന്നത്? പൊയ്കയിൽ യോഹന്നാന്റെ പ്രത്യക്ഷ രക്ഷ ദേവസഭ എന്നറിയപ്പെടുന്നത്. സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു K. കേളപ്പൻ. അല്ല, പിന്നെ ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയായിരുന്നു അതിന്റെ പത്രാധിപർ എന്നറിയാം. അപ്പൊ സിമ്പിൾ ചോദ്യങ്ങളാണ്, വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ കേരള PSC കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് കേരള PSC ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന സവിശേഷത. താഴെ കൊടുത്തിരിക്കുന്നതിൽ VT ഭട്ടതിരിപ്പാടിന്റെ കൃതി ഏത് എന്നുള്ളതാണ്. ഘോഷയാത്ര, പ്രവാഹം, പ്രേമലേഖനം, അതോടൊപ്പം തന്നെ രജനീരംഗം കൊടുത്തിട്ടുണ്ട്. രജനീരംഗം, വെടിവട്ടം തുടങ്ങിയ കൃതികളെല്ലാം ആരുടെ? കണ്ണീരും കിനാവും തുടങ്ങിയ കൃതികളെല്ലാം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ രജനീരംഗം എന്നറിയപ്പെടുന്ന കൃതി കേരള PSC ചോദിച്ചിട്ടുണ്ട്. ഇത് മുന്നേ ഉണ്ടായിരുന്ന SCERT ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന മലയാളം പാഠപുസ്തകത്തിൽ നിന്ന് നേരിട്ട് നമുക്ക് എടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാവുന്നതാണ്? പരാമർശിക്കാവുന്നതാണ്. മലയാളം എന്ന ഭാഗത്ത് നിന്ന് പോലും കേരള PSC 10ാം ക്ലാസ് പ്രിലിംസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില കൃതികളുടെ പേരിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരെന്താണ് എന്നുള്ളതാണ് പഠിക്കുക. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നുള്ളതാണ് യഥാർത്ഥ പേര്. കീരേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ ഉത്തരമായിട്ട് നമുക്ക് എഴുതേണ്ടത് കേരള സർക്കസിന്റെ പിതാവ് എന്നുള്ളതാണ്. വാഗ്ഭടാനന്ദനാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത്. അത് ഓർത്തു വെച്ചേക്കാം. അപ്പൊ ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. അതിൽ ഗീതാരഹസ്യം KP കേശവമേനോൻ, സംഗീത ചന്ദ്രിക KC ചാക്കോ, ദർശനമാല ശ്രീനാരായണ ഗുരു, അർത്ഥനിരൂപണം OM ചെറിയാൻ. അങ്ങനെയാണ് ഇവിടെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഉത്തരമായിട്ട് ദർശനമാലയാണ്. ദർശനമാല നമ്മൾ ആവർത്തിച്ച് പഠിച്ച കാര്യമാണ്. ദർശനമാല രചിച്ചത് ആരാണ്? നാരായണ ഗുരുവാണ് ദർശനമാല രചിച്ചത്. അപ്പോൾ അതിന്റെ ഉത്തരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ദർശനമാലയാണ്. ക്ലിയർ ആണ് എന്ന് പറഞ്ഞാൽ സാഹിത്യപരമായ മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് കേരള PSC നവോത്ഥാനത്തിലിട്ട് ചോദിച്ചു. ആ ചോദ്യത്തിന് നമുക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ പറ്റുന്നത് ദർശനമാലയാണ്. നാരായണ ഗുരുവിന്റെ കൃതിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഉത്തരം വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇതിൽ പ്രധാനമായും നമ്മൾ ഗീതാരഹസ്യമാണ് ഓർക്കേണ്ടത്. ഗീതാരഹസ്യം ആരുടേതാണ്? ഇന്ത്യയുടെ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച ആരാണ്? ബാലഗംഗാധര തിലകാണ് അതിന്റെ ഉത്തരം എന്നറിയപ്പെടുന്നത്. അതുകൂടി എന്ത് ചെയ്യുക? ഓർക്കുക. ഗീതരഹസ്യം എഴുതിയത് ബാലഗംഗാധര തിലകാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പണ്ഡിറ്റ് KP കറുപ്പന്റെ രചന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അവിടെ ഉത്തരം ഏത് തന്നെയാണ്? ജാതിക്കുമ്മി തന്നെയാണ്. ശ്രദ്ധിക്കുക, ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? KP കറുപ്പന്റെ, പണ്ഡിറ്റ് KP കറുപ്പന്റെ ഏറ്റവും സുപ്രധാനമായ കൃതിയാണ് ജാതിക്കുമ്മി എന്നറിയപ്പെടുന്നത്. ഓൾറെഡി കേരള PSC പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. ബിലാത്തി വിശേഷം എന്നത് ആരുടേതാണ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ KP കേശവമേനോൻ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണ്, ഓർക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ കാലം എന്നുള്ളത് ആരുടെ തന്നെയാണ്? KP കേശവമേനോന്റേതാണ്. ഓടയിൽ നിന്നുള്ളത് P കേശവദേവിൻ്റെതാണ് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇതും മലയാളവുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യം വരുന്നത്. നമുക്ക് KP കേശവമേനോൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ട്, സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ട് നമുക്കിത് പഠിക്കേണ്ടതാണെങ്കിൽ കൂടിയും അതിന് പുറമേക്ക് എന്ന വിധത്തിൽ മലയാള സാഹിത്യം എന്ന നിലയിൽ പോലും കേരള PSC 10ാം ക്ലാസ് പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു, ക്ലിയർ ചെയ്തു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവസാന ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത് മലബാർ കലാപവുമായി ബന്ധമില്ലാത്ത സംഭവം ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാൻ പറ്റുക, നോക്കുക, 1921 വാഗൺ ദുരന്തം, വാഗൺ ട്രാജഡി. ഇനി അടുത്തത് കീഴരിയൂർ ബോംബ് കേസ് ആണോ? അല്ല. 1942 നടക്കുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത് കീഴരിയൂർ ബോംബ് കേസ്. അപ്പോൾ ഉത്തരം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. അവിടെ മറ്റു ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം ശരിയെന്നോ 3ഉം 4ഉം ശരിയെന്നോ ഒക്കെയുള്ള ഓപ്ഷനുകൾ നമുക്ക് അവിടെ സാധ്യമല്ല. അവിടുത്തെ ഉത്തരം തുടക്കത്തിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. കീഴരിയൂർ ബോംബ് കേസാണ്. ഏറനാട്ടിലും വള്ളുവനാട്ടിലും മുസ്ലിം കർഷകർ നടത്തിയ കലാപമായിരുന്നു. ആലി മുസ്ലിയാരും സീതിക്കോയ തങ്ങളും കുമരമ്പത്തൂർ സീതിക്കോയ തങ്ങളും
അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും കൂടെ ചേർന്ന് വരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ചേർന്ന് നയിച്ച കലാപമായിരുന്നു 1921 മലബാർ കലാപം എന്ന് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തതാണ്, പഠിച്ചതാണ്. എന്നു പറഞ്ഞാൽ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളുടെ സമഗ്രമായ വിശകലനം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ പഠിപ്പിച്ച കാര്യത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഭാഗത്തെ വളരെ സമ്പുഷ്ടമാക്കി നിർത്തുന്നത് എന്നർത്ഥം. അപ്പോൾ കാര്യഗൗരവത്തോടെ പഠിക്കുക. ആദ്യഘട്ട പ്രിലിംസ് പരീക്ഷ മാത്രമാണ് കടന്നത്. രണ്ടാം ഘട്ട പരീക്ഷ എന്ന നിലയ്ക്ക് നമുക്ക് എഴുതാൻ പോയ പരീക്ഷ നമുക്ക് എഴുതാനും സാധിച്ചില്ല. അപ്പോൾ ആ ചോദ്യങ്ങൾ അതിനനുസരിച്ച് ഇനി നമുക്ക് വരാനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഓൾറെഡി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്ന PSCയുടെ ചോദ്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ പുതുതായിട്ട് മറ്റൊരു ചോദ്യം വരാൻ പോവുകയാണ്. നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആവുക. നമ്മൾ അതിനനുസരിച്ച് കാഴ്ചപ്പാടുകൾ മാറ്റി അത്യാവശ്യം നല്ല വിധത്തിൽ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു പോയതുപോലെ തന്നെ ഒരിക്കൽ കൂടി പഠിച്ചു പോകാൻ രണ്ടാം ഘട്ട പ്രിലിംസ് പരീക്ഷ എഴുതാൻ സാധിക്കാതെ പോയ എൻ്റെ പ്രിയമുള്ള ഉദ്യോഗാർത്ഥികളോട് ഞാൻ അങ്ങനെ ഒരു കാര്യം പറയുകയാണ്, ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും ഇനി അങ്ങോട്ട് പോകുന്ന കാര്യത്തിലും ഇതുപോലെ തന്നെ വ്യക്തമായി പഠിച്ചു പോകാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രത്യേക ഭാഗങ്ങൾ തന്നെ എടുത്ത് പഠിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും.